ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ എനിക്കെന്ത് നേട്ടം ഉണ്ടാകും എന്ന് പലരും ചോദിക്കുന്നുണ്ട്, ചിലർ ചിന്തിക്കുന്നുണ്ട്. 119 സങ്കീർത്തനം 98 വാക്യത്തിൽ നിൻ്റെ കൽപ്പനകൾ എൻ്റെ ശത്രുക്കളെക്കാൾ എന്നെ ബുദ്ധിമാനാക്കുന്നു, അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. നിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുന്നത് കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കിയാൽ ഞാൻ വയോധികന്മാരിലും വിവേകം ഏറിയവനാകുന്നു. ഗുരുക്കന്മാരെക്കാൾ ബുദ്ധിമാനാക്കുന്ന, ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്ന, വയോധികന്മാരെക്കാൾ വിവേകമുള്ളവരാക്കുന്ന ഒരു ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. അത് ലഭിക്കുന്നത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിൽ കൂടിയാണ്. ശത്രുവിനെ ജയിക്കുവാൻ ശക്തിയാണ് ആവശ്യം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ശക്തി കൊണ്ട് മാത്രം ശത്രുവിനെ ജയിക്കുവാൻ പലപ്പോഴും കഴിയാറില്ല. ശക്തിയും ബുദ്ധിയും ഒരുപോലെ നമുക്ക് ആവശ്യമുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ എണ്ണത്തിൽ കുറഞ്ഞ സൈന്യം വലിയ സംഖ്യാബലമുള്ള സൈന്യത്തെ നിശേഷം നിലംപരിചാക്കി തോൽപ്പിച്ച പല സംഭവങ്ങളും കാണുവാൻ കഴിയും. ആൾ ശക്തിയേക്കാളും ആയുധശക്തിയേക്കാളും ആവശ്യം ബുദ്ധിശക്തിയാണ് എന്ന് ഈ സംഭവങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. നാം എല്ലാവരും നിൽക്കുന്ന, വിശേഷിച്ച് വിശ്വാസികൾ, ക്രിസ്തു വിശ്വാസികൾ ഒരു ആത്മീയ യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. അവർ പോരാടുന്നത് ദുരാത്മാക്കളോടാണ്. അവർക്ക് പോരാട്ടം സാത്താനോടും അവൻ്റെ സൈന്യത്തോടുമാണ്. ആ പോരാട്ടത്തിൽ ശക്തിയും ബുദ്ധിയും ആവശ്യമുണ്ട്. ശക്തി കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ഉള്ള ശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ ദുഷ്ടനോട് എതിർത്ത് നിൽക്കുന്നവരോട് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ ബുദ്ധി ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം നിരന്തരം ധ്യാനിക്കുന്നതിലൂടെ, അത് പ്രമാണിക്കുന്നതിലൂടെ, അനുസരിക്കുന്നതിലൂടെ ആ ബുദ്ധി ദൈവം തൻ്റെ ജനത്തിന് നൽകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്ന, ശത്രു തന്ത്രശാലിയാണ്, കൗശലക്കാരനാണ്, ഉപായിയാണ്. എന്നാൽ ശത്രു നമ്മെ തോൽപ്പിക്കാതിരിക്കുവാൻ ശത്രുവിനേക്കാൾ നമ്മെ ബുദ്ധിമാനാക്കുന്ന, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നത് വഴി നമ്മെ ബുദ്ധിമാനാക്കുന്ന ദൈവത്തിൻ്റെ കൃപ നമുക്കെല്ലാവർക്കും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഗുരുക്കന്മാരെക്കാൾ നമ്മെ ബുദ്ധിമാനാക്കുന്നത്, നിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനം ആയിരിക്കുന്നത് കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാൻ ആകുന്നു. ഒരു വിദ്യാർത്ഥി തൻ്റെ അധ്യാപകനേക്കാൾ ബുദ്ധിമാനായിരിക്കുക എന്നുള്ളത് അത്ര അസാധാരണമാകണം എന്നില്ലെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ അത് നമ്മിൽ തീർച്ചയായും ഒരു കൗതുകം, ഒരു വിസ്മയം ഉളവാക്കും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ഏതൊരു വ്യക്തിക്കും തിരുവെഴുത്ത് പറയുന്നു, ഏത് ബുദ്ധികെട്ടവനെയും രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ. ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ദൈവഭക്തിയാണ്. തിരുവെഴുത്തിനു വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വചനം ധ്യാനിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്, ഗുരുക്കന്മാരെക്കാൾ ബുദ്ധിമാന്മാരാണ്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ആളുകൾക്ക് ദൈവം വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവവചന ധ്യാനവും അനുസരണവും നമ്മെ ബുദ്ധിമാന്മാരാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വയോധികന്മാരെക്കാൾ ബുദ്ധിമാന്മാരാക്കും. പ്രായത്തിൻ്റെ ഫലമായിട്ട് ഒരു വ്യക്തിക്കുണ്ടാകുന്ന പ്രത്യേകമായ ഒരനുഭവമാണല്ലോ വിവേകം എന്ന് പറയുന്നത്. എന്നാൽ അനുഭവത്തിൽ നിന്നും പ്രായത്തിൽ നിന്നും ഒക്കെ വയോധികന്മാർ ആർജിച്ചെടുത്ത ബുദ്ധിയേക്കാൾ വലിയ ബുദ്ധി, പരിജ്ഞാനം ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവവചനം അനുസരിക്കുന്നത് നഷ്ടമല്ല. ദൈവവചനം അനുസരിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്. ബുദ്ധിമാൻ എന്ന തിരുവെഴുത്തിൽ നാം ഏതൊക്കെ ഭാഗങ്ങളിൽ കാണുന്നുവോ അവിടെയെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് തന്നെ ചിന്തിക്കുകയും അങ്ങനെ സംഭവിച്ചാൽ എങ്ങനെ എനിക്ക് അതിനെ അതിജീവിക്കുവാൻ പറ്റും എന്ന് മനസ്സിലാക്കി
അതിനുള്ള ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെന്ന് അതിൻ്റെ ബുദ്ധി പഠിക്കുവാൻ ശലോമോൻ നമ്മോട് ആവശ്യപ്പെടുകയുണ്ട്. അത് വേനൽക്കാലത്തേക്ക് തൻ്റെ ആഹാരം സമ്പാദിച്ചു വയ്ക്കുന്നു എന്നാണ്. വേനൽക്കാലം വരുമെന്നും ആഹാരം കിട്ടാത്ത ഒരു സമയം ഉണ്ടാകുമെന്നും ഉറുമ്പിനറിയാം. അതുകൊണ്ടാണ് ഉറുമ്പ് ആഹാരം വേനൽക്കാലത്തേക്ക് സ്വരൂപിച്ച് വയ്ക്കുന്നത്. നാളെ വരുന്ന പ്രശ്നങ്ങൾ, നാളെ സംഭവിക്കുവാൻ പോകുന്ന വിഷയങ്ങൾ ഇന്നേ തന്നെ തിരിച്ചറിഞ്ഞ് ആ സംഭവം വന്നാൽ അതിൽ നിലനിൽക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് ബുദ്ധിമാന്മാരാണ്. ബുദ്ധിയുള്ള മനുഷ്യനാണ് പാറമേൽ വീട് പണിയുന്നത്. ബുദ്ധിയുള്ള മനുഷ്യനാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. നമ്മെ നോക്കുമ്പോൾ നമ്മെ ബുദ്ധിമാൻ എന്ന് ദൈവം കാണട്ടെ. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ഉണ്ടോ എന്ന് കാണുവാൻ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവവചനത്തിന് മുമ്പിൽ നാം എല്ലാവരും സമർപ്പിക്കണം. ജ്ഞാനികളാക്കുന്ന, ബുദ്ധിമാന്മാരാക്കുന്ന, ശത്രുക്കളേക്കാൾ, ഗുരുക്കന്മാരേക്കാൾ, വയോധികന്മാരേക്കാൾ നമ്മെ ബുദ്ധിമാനാക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യവസ്ഥ കൂടാതെ അനുസരിക്കാം. അതിനുള്ള കൃപ കർത്താവ് നൽകട്ടെ. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വചനം അനുസരിക്കുവാൻ, വചനം ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.